ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക. ഇത് നിങ്ങളുടെ ദിവസമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമാണ്. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും. പരാജയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ, തകരപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, വചനം ഇന്ന് അത്ഭുതം ചെയ്യും. ബൈബിൾ അതൊരു സത്യമാണ്. അതിൽ ആര് വിശ്വസിക്കുന്നോ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്നത്തെ വചനം ഭയങ്കര ബ്ലെസ്ഡായ ഒരു വചനമാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. നമുക്ക് പ്രാർത്ഥനാപൂർവം വചനത്തിനു മുമ്പിലായിരിക്കാം. കർത്താവ് ഭയങ്കര കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിലേക്ക് കടക്കാം. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവം വചനം അനുഭവിക്കാൻ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില സന്തതികളുടെ വാർത്ത കേട്ട അമ്മയപ്പന്മാർ തുള്ളിച്ചാടാൻ പോവാ. അതുപോലെ വിടുതൽ വ്യാപരിക്കാൻ പോകുന്നേ. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി കണ്ട് നീ നൃത്തം ചെയ്യുന്ന ദിവസങ്ങൾ വരികയാ. ദാനിയേലിന്റെ ഒരു കാര്യം പറയാനുണ്ട്, അത് പറയാൻ വേണ്ടിയാ വരുന്നേ. കർത്താവിന് സ്തോത്രം. ആമീൻ. ഒരു വാതിൽ വിശാല വാതില, മറ്റേ വാതിൽ ഞെരുക്കമുള്ള വാതില. അപ്പം നമ്മളെല്ലാം എന്തോ കണ്ടെത്തി? ഞെരുക്കമുള്ള വാതിൽ കണ്ടെത്തി. ഈ ഞെരുക്കമുള്ള വാതിൽ ചെല്ലുവാൻ എൻ്റെ ബ്രദറെ ആരാധനയ്ക്ക് എന്നോ തടസ്സം സഹിച്ചു വന്നു. ഞെരുക്കമായത് ഞെരുങ്ങി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അടുത്ത നോക്കിക്കോണേ, ഇടുക്കമുള്ള വാതിൽ കയറി കഴിഞ്ഞാൽ ഞെരുക്കമുള്ള വഴിയാ. പിന്നെ എൻ്റെ ബ്രദറെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഞെരുക്കുക. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ നടത്തുന്നത് ഈ പുസ്തകമാണ്. നീ എവിടെ ചെല്ലണമെന്നൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം. 1-ാം സങ്കീർത്തനം, ദുഷ്ടന്മാരുടെ പാപികളുടെ വഴിയിൽ പരിഹാസികളുടെ എതിലെ നടക്കണം, എതിലെ ഇരിക്കണം. അത് ഈ പുസ്തകത്തിലുണ്ട്. ചുമ്മാ കണ്ടിടത്തൊന്നും കയറി ഇരിക്കരുത്. ഒരാമീൻ വരുന്നില്ല. ഹാല് അതിൽ കസാര വന്നോണ്ടേ എന്നെ ബ്രദറെ ഇവിടെ ഇരുന്നു. അങ്ങനെ ഇരിക്കരുത്. ഇരിക്കാൻ പറ്റിയുടെ വന്ന് നോക്കിച്ചേ ഇരിക്കാവൂ. ഒരാമീൻ വരുന്നില്ല. ഹല്ലേലൂയ. പോട്ടെ, അതെല്ലാം വിടുക. കർത്താവിന് സ്തോത്രം. അപ്പം നീ എങ്ങനെ പോകണമെന്ന് ഈ പുസ്തകത്തിലുണ്ട്. ആമീൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം 10:9 യേശു പറയാം, ഞാൻ വാതില, എന്നിലൂടെ കടക്കുന്നവനെല്ലാം. വെളിപ്പാട് പുസ്തകം 3:20 കേൾക്കണോ? ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരുടെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുമോ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ഇന്ന് രാത്രി ഡിന്നർ കഴിക്കും. എന്നാ വാക്യവാ. ഇങ്ങോട്ട് നോക്ക്. ഈ കർത്താവ് സ്വതന്ത്രം മോനെ ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഈ ഹൃദയം, എൻ്റെ ബ്രദറെ, ഹൃദയം അവിടെ ഒന്നും വന്ന് പിന്നെ പറയരുത്. നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ മുട്ടിക്കോ. ഞാനിപ്പോൾ ഒരു കർത്താവിന് മധ്യഭാഗത്ത് മുട്ടുക. നോക്കിയേ, ഇദ്ദേഹത്തിൻ്റെ വാതൊക്കെ മുട്ടുക. എന്നെ സഹകരിച്ചേ, മുട്ടുക. കർത്താവ് അകത്ത് കയറണമെങ്കിൽ കർത്താവിന് എന്താ അങ്ങ് ഇടിച്ചു കയറരുതോ? കർത്താവ് അങ്ങനെ കയറുകയല്ല. നിഖിലിൻ്റെ പെർമിഷൻ വേണം അകത്ത് കയറണേ. ഒരാമയും വരുന്നില്ല.
പുട്ടുകുട്ടിക്കകത്ത് പുട്ടിടിച്ചോളൂ, കർത്താവ് ഇടിച്ച് കയറുകയല്ല. പിടികിട്ടിയോ? ആമി, നിങ്ങൾ മുട്ടുമ്പം തുറന്നു കൊടുക്കണം. ഇനി ഹൃദയം തുറക്കുന്ന താക്കോൽ ഏതാ? വചനം. പിടികിട്ടിയോ? പുഴവക്കത്തെ പൗലോസ് പ്രസംഗിച്ചു. ഒരു സ്ത്രീ തുണിക്ക് ചെറിയ പുള്ളിയൊന്നുമല്ല, തുണിയുടെ ഹോൾസെയിൽ വ്യാപാരി. അവിടെ ഒറ്റ സാരിക്ക് 8 ലക്ഷം രൂപയാ. ഇങ്ങോട്ട് നോക്ക്, പറയാം. അയ്യോ, മിണ്ടുന്നില്ലയോ? നിങ്ങൾ വിചാരിച്ച ഈ വീടുകളിൽ കയറി കിടന്ന് തുണി വേണോ തുണി ചോദിക്കുന്നത് ആ കച്ചവടക്കാരി അല്ല. തുണിക്ക് ചായ വിടുന്ന അവർക്ക് കീഴിൽ ധാരാളം ജോലിക്കാരുണ്ട്. പൗലോസ്, ഇങ്ങോട്ട് നോക്കി, പൗലോസ്, ജീസസ്, ശീലാസും കൂടെ പോയപ്പോൾ അവർ സ്നാനപ്പെട്ടു. ശീലാസ് പൗലോസിനോട് പറയാ, സ്നാനപ്പെടുവാന്ന് ഇങ്ങനെയുള്ളവർ സ്നാനപ്പെടണം. ദശാംശം തന്നെ 2 ലക്ഷം രൂപയാ. പൗലോസ് ശീലാസിനോട് വേറെ അങ്ങും പോകണ്ട, നമുക്ക് ഒരാള് മതി, അത് ഒരാളാ. കുഞ്ഞേ, പൗലോസ് പറഞ്ഞു, മോനെ ഇത് വയറിന്റെ പണിയല്ല. ഒരാമയും വരുന്നില്ല. കാശുള്ള ഒരാൾ ദശാംശം തരുന്നുണ്ട്, അയാൾ മാത്രം അറിയുന്നത് സഭയല്ല, അത് വയറൂദേശിയ. ഒരാമയും വരുന്നില്ല. സഭ വയറൂദേശല്ല, ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്ന് നിങ്ങളെ കർത്താവ് വിളിച്ചതാ. ഈ ചിലതൊക്കെ ചിലത് വിട്ടുപോന്നാലും പിന്നെയും പറയും, ഞങ്ങൾ അതായോണ്ടാണോ ഞങ്ങളോട് ഇഷ്ടമില്ലാതെ. കുഞ്ഞെ, മാനസാന്തരപ്പെട്ടവൻ ആരും അങ്ങനെ പറയരുത്. നിങ്ങൾ അതല്ല, നിങ്ങളിപ്പോ ക്രിസ്തുവിലാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നമ്മൾ ആരും വലിയ യഹൂദനല്ലാത്ത ചിലർ പറയുള്ളൂ, ഞങ്ങൾ ക്രിസ്ത്യാനികൾ, നിങ്ങളൊക്കെ ജാതികളാ. ഒരാമി സ്വതന്ത്രം. യഹൂദനല്ലാത്ത മൊത്തം പറയല്ലേ, അപ്പച്ചൻ അപ്പൂപ്പൻ്റെ ചരിത്രമൊക്കെ ഒന്ന് തപ്പിപ്പോ. പറയും ആരായിരുന്നു, ഞാൻ പറയുന്നില്ല. പ്രായമുള്ളവരോടൊക്കെ ചോദിക്കും, നമ്മുടെ അപ്പൻ്റെ 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 അപ്പൻ ആരായിരുന്നു. അപ്പം അറിയാതെ നിന്ന് സ്വോത്രം പറയും. ഈ അപ്പൻ്റെ മോനാന്നില്ല, കളറ് മാറി വന്നേ ഉള്ളൂ. നമ്മളൊക്കെ ഒരു ഗ്ലോറി പറ. എന്നാൽ ഇന്ന് സകല കുടുംബത്തിനും പേർ വരാൻ കാരണമായ ക്രിസ്തുവിന്റെ സഭയിലെ അംഗമാകാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നത് ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞു. കുഞ്ഞെ, വീടിന്റെ പൊങ്ങച്ചം വേണ്ട, ക്രിസ്തുവിലുള്ള ഗമ മതി നിനക്ക്. കോട്ടയത്തോടെ നെഞ്ചു വിരിച്ച് നടക്കണം. ഞാൻ മഹാരാജാവിന്റെ മകനാണ്, എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. ഈ ചിലൊക്കെ പ്രാർത്ഥിക്കാൻ പറയും, എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് യേശു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തൊരു വിളി മാത്രമേ ഉള്ളൂ. ഇവിടെ യേശു ഉണ്ട്, എല്ലാം അല്ലയോ? ഒരാമയും പറഞ്ഞാട്ട് മത്തായി സുവിശേഷം 7-ാം അധ്യായം. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മക്കൾ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന അപ്പനുണ്ടോ? ജോഷി പാസ്റ്റർ ഇങ്ങോട്ട് വന്നേ. പാസ്റ്റർ മോൻ ഏറ്റവും ഇഷ്ടമുള്ള എന്തുവാ? പപ്സ്. പപ്സ് എന്ന് ശരിക്കും പറയുമോ? ഇല്ല, പിന്നെന്താ പറയും? പപ്പ്. അവന് കേൾക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്. ജോഷി പാസ്റ്റർ വീട്ടിൽ നിന്ന് പോകാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവന് ഡാഡി എന്നാണ് പപ്പ എന്നാണ് വിളിക്കുക. ഡാഡി പപ്പ്. മനസ്സിലായില്ലെന്ന് പറഞ്ഞു പോവോ? ഇല്ല. സ്തോത്രം. 3 പപ്സ് ഇഷ്ടമായതിന് 10 പപ്സ് വാങ്ങിക്കും. ഈ ഉപദേശി ഇയാളുടെ കാര്യമാണ് പറയുന്നത്. അതേ കർത്താവ് ചോദിക്കുക, അല്ലാതെ ഇയാള് 6 മിനിറ്റിൽ ഒരു പേപ്പറിൽ പൊഞ്ഞുകൊണ്ട് കൊടുക്കുമെന്ന്. ഇങ്ങേരുടെ മോന് 5 പപ്സ് ചോദിച്ചാൽ 10 കൊടുക്കുമെങ്കിൽ, എടാ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കുമെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം. നിങ്ങൾക്കറിയാം കർത്താവ് എത്ര സിമ്പിളായിട്ടാണ് നിന്നോട് ഇടപെടുന്നത്. കുഞ്ഞൻ, നീ ഒരു ടെൻഷനും എടുക്കണ്ട. വിഷക്കുപ്പി എടുക്കാൻ വന്നവൻ ഇതിനകത്ത് തുള്ളിച്ചാടും. കാരണം മരിക്കണ്ട എന്ന് പറയുന്ന ഒറ്റ പുസ്തകമുണ്ട്, ബൈബിളേ ഉള്ളൂ. അറിഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ലോകം മൊത്തം പറയുക, കർത്താവ് ഈ പ്രശ്നത്തിന് പരിഹാരമില്ല. കുഞ്ഞെ, ഏത് പ്രശ്നത്തിനും പരിഹാരം ക്രിസ്തുവാ. യേശുവിൻ്റെ അടുക്ക വാ, നീ പരിഹരിക്കപ്പെടും, നീ ഉയർത്തപ്പെടും. ഞാനൊരു കാര്യം നോക്കുക, കർത്താവേ 25 വർഷം മുമ്പ് യേശു എന്ന 2 അക്ഷരം കേട്ടതാ എൻ്റെ ജീവിതത്തിൻ്റെ നില മാറിയേ. ഞങ്ങൾ സഹോദരന്മാർ എവിടെയെങ്കിലുമൊക്കെ നല്ല ഹോട്ടലിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം കാണുവാന്ന് ഇങ്ങനെ കൈ നോക്കി കാണിക്കും. ചെറുക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങൾ പറയും, എന്താണെന്നറിയോ? യേശു നിമിത്തോ. ഒരാമയും പറഞ്ഞാട്ട് ഞാനൊരു സ്ഥലത്ത് ഒരു രാജ്യത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ഈ ചെക്കിൻ ചെയ്യുന്നിടത്ത് ക്യൂ നിൽക്കുക. ഇങ്ങനെ ഹല്ലേലൂയ, എൻ്റെ ഒരു അനുഭവം പറയുന്നത്. കർത്താവിന് സ്തോത്രം. ഫ്ലൈറ്റ് ഫുള്ളാണ്, ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ ക്യൂ നിൽക്കുമ്പം ഗ്ലാസ് ഡോറിനകത്തിരുന്ന ഒരു മനുഷ്യൻ എന്നെ കൈ കാണിച്ചു. ഞാനടുത്ത് വേറെ ആരും നമുക്ക് പരിചയമില്ലല്ലോ. പിന്നെയും കൈ കാണിച്ചു, ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇനി ഒരു 16 പേരുടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിൽക്കുമ്പം അയാൾ വന്ന് ഇറങ്ങി വന്ന് എൻ്റെ കൈക്ക് പിടിച്ചു എന്നെ ആ ഓഫീസിൽ കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, എന്നാ എങ്ങോട്ടാ പോന്നേ? ഞാൻ പോകുന്ന രാജ്യം പറഞ്ഞു. ടിക്കറ്റ് അങ്ങോട്ട് വാങ്ങിച്ചു. എൻ്റെ ടിക്കറ്റ് കയറി കളഞ്ഞ് വേറൊരു ടിക്കറ്റും ഒരു ബോർഡിംഗ് പാസും കൂടെ എനിക്ക് തന്നു. ലോറി
ഞാൻ ചോദിച്ചാ നേരെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് പോക്കോ. ഞാൻ ചോദിച്ചാ എന്നാ ഫ്ലൈറ്റ് ഫുൾ അല്ല, എൻ്റെ ഭാര്യ പാസ്റ്റർ പ്രസംഗിക്കുന്ന പ്രസംഗം കാണുന്ന ആളാ, ഞാനും കണ്ടിട്ടുണ്ട്. ഗ്ലോറി. എനിക്ക് വേണേ ഫസ്റ്റ് ക്ലാസ്സിൽ വിടാൻ ഉള്ള അധികാരം തന്നിട്ടുണ്ട് എയർലൈൻസ്. നിങ്ങളെ വിടണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. എന്നെ കൊണ്ട് ഫ്ലൈറ്റ് എടുത്ത് യേശു എന്ന 2 അക്ഷരം. നീ തെള്ളിനകത്ത് ഇരിക്കണ്ടെന്ന്, നീ മുമ്പിൽ കയറി ഇരുന്നോളെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാനൊരു മർമ്മം നിന്നോട് പറയാം. യേശു എന്ന 2 അക്ഷരം നിന്റെ ചരിത്രത്തെ മാറ്റുന്നതാ. ഞാൻ ചോദിക്കുന്നത്, നീ ബൈബിളിൽ BTHO BDO MDO ഒന്നും എടുത്തോന്നല്ല ചോദ്യം. നീ മുട്ടുകുത്തി യേശു എന്ന് വിളിക്കാൻ നിന്റെ തൊണ്ടയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ നിന്റെ ചരിത്രം മാറ്റാൻ യേശു തയ്യാറാ. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നീ അപ്പം മുട്ടുകുത്തണം. ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, എൻ്റെ ബ്രദറെ ജപ്തിയാ ബ്രദറെ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ബ്രദർ, എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നേ? മുട്ടങ്ങോട്ട് കുത്ത്, ബൈബിൾ അങ്ങോട്ട് തുറക്ക്, 91 സങ്കീർത്തനം അങ്ങോട്ട് വായിര്, 20 സങ്കീർത്തനോട്ട് വായിര്, എന്നിട്ട് യേശുവിനെ വിളിച്ച് മുറിയിലോട്ട് ഇറക്ക. ഓ ഹല്ലേലൂയ. ഒരിക്കൽ ഒരു മനുഷ്യൻ, എനിക്കത് കൊടുങ്ങല്ലൂരുകാരനാ, അങ്ങനെ ആദ്യമായിട്ട് TV ശുശ്രൂഷ കാണുക. അദ്ദേഹത്തിന്റെ വീട് ജപ്തി ചെയ്യാനിട്ടേക്കുവാ. ഹല്ലേലൂയ. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ ഞാൻ ചാകാൻ പോവാ. ഞാൻ പറഞ്ഞു, ബ്രദറെ മരിക്കരുത്. അതെന്നാ ബ്രദറെ? എൻ്റെ കടം മാറ്റും. ആര് മാറ്റും? യേശു മാറ്റും. എങ്ങനെ മാറ്റും? മുട്ടയിരിക്കണം. ഏത് സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞത്? 91 വായിര്. അതിന് വിശേഷത കണ്ടില്ല, ഏത് വായിച്ചാലും മർമ്മോ. ആദ്യമായിട്ട് വിളിക്കുന്നത് 91 വായിര്. അയൽവക്കത്തെ വീട്ടിൽ പോയി ഒരു ബൈബിള് കടമാച്ചോണ്ട് വന്നു. എന്നിട്ട് എന്നെ ഫോൺ വിളിച്ചു, ബ്രദർ ഞാൻ ശേഖറാണ്, ഞാൻ മുട്ടയിരിക്കുക, 91 എവിടാ? പേജ് നമ്പർ പറഞ്ഞു കൊടുത്തു. അത് വായിച്ചു. മുട്ട ഇനി എന്നാണ്? യേശുവേ എൻ്റെ വീട്ടിൽ വായോ എന്ന് വിളി. അവൻ പൊട്ടനെ വിളി, എനിക്ക് കാണാം ഫോണിൽ കൂടെ, യേശുവേ എൻ്റെ വീട്ടിലോട്ട് വായോ. ഹല്ലേലൂയ. വിളിക്കുക, വാവിട്ട് വിളിക്കുക. വിളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് വാതിക്ക് മുട്ടി. ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാ. എന്നാ പറ്റി? അതെൻ്റെ വീട് ജപ്തി ചെയ്യാൻ പോവാ. നിങ്ങൾ ടെൻഷൻ എടുക്കണം, നിങ്ങളുടെ വീടിൻ്റെ ജപ്തിയുടെ കാര്യം ഞാൻ അറിഞ്ഞു. 1/2 മണിക്കൂർ മുമ്പ് ഞാൻ പോയി പൈസ എല്ലാം അടച്ചു. അവൻ എന്നോട് പറഞ്ഞ, അയൽവക്കത്തെ വീട്ടിൽ ബൈബിള് വാടകയ്ക്കെടുക്കാൻ പോയപ്പോൾ എൻ്റെ ജപ്തി എൻ്റെ കർത്താവ്. വിശ്വാസമുണ്ട്? ഹല്ലേലൂയ പറ. യേശുവെന്ന് വിളിച്ചു നോക്ക്. നിന്റെ രോഗമുള്ളടുത്ത് കൈവച്ച് യേശുവെന്ന് വിളിക്ക്. നിന്റെ തലയിൽ കൈവച്ച് യേശുവെന്ന് വിളിക്ക്. വിളിക്കുന്ന സമയത്ത് അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഞാൻ പറയാം, നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു വ്യക്തിയെ കണ്ടു, ഒരു വ്യക്തി ശപിക്കപ്പെട്ടവനാ. അവനോട് പറ, കുഞ്ഞ നീ ബൈബിളും വായിക്കുക, ഒന്നും വേണ്ട, നീ മുറിക്കാത്തിരുന്ന് യേശു എന്ന് വിളി. നീ ഒരു 100 വിളി. നിന്റെ വിളിപ്പുറത്ത് അവൻ ഇറങ്ങി വരും. എനിക്കറിയത്തില്ല, ദൈവ വാക്തത്വമുള്ളവനെ ഒതുക്കിയിടാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർ ഒത്തിരി ആമേൻ പറയണം. എന്നോട് ദൈവാത്മാ പറയാ, ഇന്ന് വിളിച്ചാൽ ചിലത് ഇവിടെ ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ ഒന്നിച്ച് ആമേൻ പറഞ്ഞോട്ട്. ചിലരെ പേര് വിളിച്ച് ദൈവം തൊടാൻ പോവാ. ഇനിയും നിന്നെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. നീ ഒതുങ്ങിയത് മതി. ഇങ്ങോട്ടേക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുക, സിംഹങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ദാനിയേൽ എന്താ പറഞ്ഞുവാണ്? അച്ഛാ എന്നാ പറഞ്ഞുവാണ്? ഞാൻ പറഞ്ഞെന്താന്ന് എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ. സിംഹങ്ങളുടെ ഇടയിൽ കൂടെ, സിംഹം ഇങ്ങനെ അടക്കുക, ഇതിലെ കൂടെ പോകുന്ന സിംഹത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ദാനിയേൽ നടന്നേച്ചു പറയാ, രാജാവേ സമയമായി, ഇനി ഇവിടെ ഞാൻ കിടക്കത്തില്ല. എൻ്റെ അന്തരാത്മാവിൽ പറയുന്നു നീ പുറത്തു വരുമെന്ന്. ദാനിയേൽ ഉറങ്ങി, രാജാവ് ഉറങ്ങിയോ? ദാനിയേൽ ഉറങ്ങി എങ്ങനെയാണെന്നറിയോ? ഭിത്തിയെ ചാരി നിന്നുറങ്ങി. ഫാനോ 9 സിംഹങ്ങൾ ശ്വാസം വിട്ട ഫാൻ. AC ഉണ്ടായിട്ടും രാജാവിന് ഉറക്കമില്ല. രാജാവ് നടക്കുക കട്ടിലിന് ചുറ്റും. രാവിലെ വന്ന് ഇടറിച്ച്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ അകത്തുന്നു. രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ. എന്നാ മനസ്സാ, അവനെ കുഴിയിലിട്ടവനോടും വൈരാഗ്യമില്ല. ജോസഫിന്റെ സ്ഥാനത്ത് നമ്മളൊക്കെ ആയിരുന്നല്ലേ, ആ വാനൂസൈൻ്റെ ഉടുപ്പൂരി വെച്ച് കൊട്ടക്കുഴിക്കകത്തിട്ടേച്ച് തിരിച്ചമ്മരെ പിടിച്ചു കയറ്റി വിറ്റേച്ച് രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പം ചാക്കും കൊണ്ടെങ്ങാണം വന്ന പിന്നിനി ഒരിക്കൽ അവനെ അടുത്ത പെട്ടിക്കകത്ത് സമയമാനത്തിൽ പാടിച്ചായിരുന്നു നമ്മൾ. അതുകൊണ്ട് അനുഗ്രഹം കിട്ടാത്തെ. ജോസഫമ്മയ്ക്ക് അവനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞെന്ന്. പിടികിട്ടിയോ കുഞ്ഞെ? അനുഗ്രഹത്തിൻ്റെ രഹസ്യം മനസ്സ, കയ്യടിയല്ല. തെറ്റിപ്പോകരുത്. ആ ബ്രദർ നീട്ടി അടിച്ചതുകൊണ്ട് അല്ല. മനസ്സ് നന്നായാൽ അനുഗ്രഹം നിനക്ക് ഉറപ്പാ. ദാനിയേൽ പറയാ, രാജാവേ സമയമായി. രാജാവ് മഹത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മുദ്ര വെച്ചവന്മാരെല്ലാം മുദ്ര എടുത്തോ. എന്നാ കാര്യം?
അവൻ ചത്തിട്ടില്ല. അവര് ചത്തില്ലെന്നോ? ആര്? എടാ 9 എണ്ണമല്ലേ അടി. 9 അല്ല 90 കിടന്നാലും ചാകുകയല്ല. ഇവൻ ആള് വേറെയാ. താഴെ കിടന്ന് ദാനിയേൽ ഒന്നുകൂടെ പറഞ്ഞു, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ദൂതന്മാരെ അയച്ച് സിംഹത്തിന്റെ വായ്ക്ക് പിടിപ്പിച്ചു. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ആയിരിക്കും ഫെവിക്കോളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാ ദൂതം പോയി ഒട്ടിച്ചു പോന്നു. സിംഹത്തിന്റെ ഗതികേട് കാണാൻ ഭാഗ്യം അനുഭവിക്കാൻ പറ്റുകയല്ല. സഹകരിക്കണേ. നിനക്ക് വേണ്ടി എത്ര എണ്ണത്തിൻ്റെ വായിക്ക് ദൈവം പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. കർത്താവ് ഈയിടെയും ചിലതിനെ ഒട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ മതി, ചിലതിനെയൊക്കെ ദൈവം ഒട്ടിച്ചോളൂ. ഇനി ആ വാ തുറക്കുകയല്ല. ഒരാമയും പറഞ്ഞാട്ട് പോട്ടെ, അതും വിടുക. നിനക്കെതിരെ ശബ്ദിക്കുന്ന ചില വാകളെ ദൈവം ഒട്ടിക്കട്ടെ. ഇനി ഒരു കാര്യം, ദൈവം നീതിമാനാണോ? ആണോ? ദാനിയേലിനെ ഇത്ര നേരം തിന്നാതിരുന്ന സിംഹത്തോട് ദൈവം നീതി കാണിക്കണോ? വേണ്ടായോ? കാണിക്കണം. സിംഹത്തോട് ദൈവം പറഞ്ഞു, വെയിറ്റ് ചെയ്യേ, ഉള്ള മെയ്വഴക്കമുള്ള ഐറ്റം വരുന്നുണ്ട്. സിംഹത്തോട് നീതിയാ ദൈവം പുലർത്തി. 5 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് പിടിച്ചിട്ടു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 6 എല്ലും കഷ്ണം. അത് കടിച്ചാൽ കടി കൊള്ളല്ല, അത്രയല്ല. ചിലതിൻ്റെയൊക്കെ എല്ലാം അത്രയാണല്ലോ. പോട്ടെ, കടിച്ചാൽ കടി കൊള്ളാത്ത എല്ലുകളൊക്കെ ഉണ്ട്. പോട്ടെ, അതൊക്കെ വലിയ പ്രസംഗമാണ്. അവർ നിങ്ങളുടെ സ്നേഹസദ്യയിൽ ഒളിഞ്ഞു കിടക്കുന്ന പാറകളെന്നാ, അല്ലയോ? മനസ്സിലായില്ലയോ? അരിക്കകത്ത് കിടക്കുന്ന കല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞേ. അരി തിളപ്പിച്ചാൽ കല്ല് വേകുമോ? നിങ്ങൾ പറ. തിളയ്ക്കുന്ന കൂട്ടത്തിൽ ഈ പുള്ളി ഇളകി ആടും. യൂദാന്റെ ലേഖനത്തിലുണ്ട്, അവർ നിങ്ങളുടെ സ്നേഹസദ്യയിൽ ഒളിഞ്ഞു കിടക്കുന്ന പറകൾ. നിങ്ങൾ നോക്കി, ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഈ പുള്ളി കിടന്ന് തിളയ്ക്കും. ഞാനും ഉണ്ട്. വെളുത്ത പ്ലേറ്റിനകത്ത് വെള്ളച്ചോറ് അങ്ങോട്ട് വിളമ്പിയിട്ട് കഴിക്കാൻ നല്ല സ്വാദോടെ മീൻ കറിയും മട്ടൻ കറിയും ചിക്കൻ കറിയും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കാൻ വായിക്കാത്തോട്ട് ഒരു കടി കടിച്ചപ്പോൾ ഇങ്ങനുണ്ട്. ചില വിരുന്നിനടക്ക് ഒളിഞ്ഞു കിടക്കുന്ന പാറ, അത് വേറെ വിഷയം. മൂത്ത എല്ലും പാറയൊക്കെ ഉണ്ട്. കുഞ്ഞെ, നീ ഒന്ന് വേഗണേ കുഞ്ഞെ. നീ കല്ലാകല്ലേ, ഈ സദ്യക്കകത്തൊരു കല്ലാകല്ലേ, നീ ഒരു ആഹാരമായി മാറണേ. ഞാൻ വചനത്തിന്റെ പ്രധാന ഭാഗം ഞാൻ അവസാനിപ്പിക്കുക. എനിക്ക് വേറെ ഭാഗത്തോട്ടൊക്കെ പോണേ. ഈ വഴി ഒന്ന് സഹകരിച്ച്, ഈ വഴി ഞെരുക്കമുള്ളതാ. ഈ വഴിക്കകത്ത് കിടക്കുന്ന 3 മർമ്മം യെശയ്യാ പ്രവചനത്തിലുണ്ട്. അത് പ്രസംഗിക്കണമെന്ന് ഞാൻ വിചാരിച്ചേ. ഒന്നാമത്തെ മാർഗം, വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് കടലിനെ അവൻ വഴിയാക്കി. 2, വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് മലകളെ അവൻ വഴിയാക്കി. അടുത്തത്, വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് മരുഭൂമിയെ വഴിയാക്കി. വിശ്വസിച്ചാൽ ദൂത് പറയാം, പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പിൽ കടല് വന്നാലും പേടിക്കേണ്ട, അത് വഴിയാവും. ജീസസ്, രക്ഷിക്കപ്പെട്ട നിനക്ക് മുമ്പിൽ മല വന്നാലും പേടിക്കേണ്ട, അതും വഴിയാകും. ജീസസ്, മരുഭൂമി വന്നാലും പേടിക്കേണ്ട, അതും വഴിയാകും. എത്ര വർഷമായിട്ട് നടുവിന് വേദനയുണ്ട്? 4-5 മാസമായി. ജീസസ്.